നേരത്തെ ഫിൻലൻഡിന്റെ ഭരണാധികാരി പറയുന്നു ഈ യുദ്ധം തടയാൻ ഇന്ത്യക്ക് സാധിക്കും എന്ന്. എന്നാൽ ഇപ്പോൾ പറയുന്നത് സാക്ഷാൽ റഷ്യയാണ്. യുദ്ധം തടയാൻ ഇന്ത്യക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കുമെന്നാണ് റഷ്യ ഇപ്പോൾ പറയുന്നത്. ലോകമെമ്പാടും ഗുരുതരമായിട്ടുള്ള ഇന്ധന പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ള അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നിവ തമ്മിലുള്ള രൂക്ഷമായ യുദ്ധം നടന്നിട്ട് 3 ആഴ്ചകളിലേറെയായി. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ മധ്യസ്ഥത സ്വീകരിക്കാൻ റഷ്യ ഇപ്പോൾ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരായ പ്രകോപനമില്ലാത്ത നടത്തിയ ആക്രമണം മൂലമുണ്ടായ ഈ പ്രതിസന്ധി തടയുന്നതിൽ ഇന്ത്യയെ പോലുള്ള ഒരു സ്വാധീന ശക്തിക്ക് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് സഖറോവ പറയുന്നുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തുടക്കം മുതൽ തന്നെ സംഭാഷണത്തിന്റെ പാത സ്വീകരിക്കുന്നതിൽ ഇന്ത്യയും ഊന്നൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാസ് ഫീൽഡിന് നേരെ ഇപ്പോൾ ആക്രമണമുണ്ടായ ശേഷമാണ് റഷ്യ ഇത്തരത്തിലൊരു നിലപാടെടുത്തിരിക്കുന്നത് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ നേരിട്ട് കാണാൻ തുടങ്ങിയിരിക്കുന്നു ഈ യുദ്ധമുണ്ടായതിനു ശേഷം പല രാജ്യങ്ങളിലും എന്നുള്ളത് കൊണ്ടാണ് ഈ തീരുമാനം. ഇറാനിലെ ലോകത്തിലെ ഏറ്റവും വലിയ വാതകപ്പാടമായ സൗത്ത് പാഴ്സ് ബുധനാഴ്ച ഇസ്രായേൽ സൈന്യം ആക്രമിച്ചു. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വിലയിൽ വൻ കുതിച്ചു ചാട്ടത്തിനാണ് കാരണമായിരിക്കുന്നത്. അസംസ്കൃത എണ്ണയുടെ വില ബാരലിന് 6.3% വർദ്ധിച്ച് $190.95 അതേസമയം യൂറോപ്പിൽ വാതക വില 9.3% വർദ്ധിച്ചു. നേരത്തെ ഇറാന്റെ എണ്ണ സമ്പന്നമായ ഖാർഗ് ദ്വീപും ഇവർ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളതാണ്. ഇതിന്റെ പ്രത്യാക്രമണമായി ഖത്തറിലടക്കമുള്ള LNG പ്ലാന്റുകൾ സമ്പൂർണ്ണമായി ചാരമാക്കിയിരിക്കുകയാണ് ഇറാൻ എന്നുള്ള റിപ്പോർട്ടും നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ഇറങ്ങണം എന്ന് റഷ്യ ഇപ്പോൾ പരസ്യമായി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.